വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ഫോർ മൈ വൈഫ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള പ്രചോദനം തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പം നമുക്ക് ഒരു ആരോഗ്യപരമായ ഒരു കുക്കുംബർ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങളും കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഹെൽത്തിയാണ്. കുക്കുംബറിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വെള്ളരിക്ക തിന്നുന്ന അതേ ടേസ്റ്റ്, എന്നാൽ അതിൽ നമ്മൾ നാരങ്ങ നീരും പുതിനയും ഇഞ്ചിയും എല്ലാം ഇടപ്പോഴും പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക കമൻറ്റ് ബോക്സിൽ. അതേപോലെ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും വീഡിയോ കണ്ട ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ. അതും കുക്കുംബറിൻ്റെ നല്ല ആരോഗ്യദായകമായ ഒരു പാനീയമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു കുക്കുംബറിൻ്റെ രണ്ട് വശം നമ്മൾ കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ സ്ലൈസ് ഒരു 5-6 എണ്ണം കണ്ടിച്ചിടുകയാണ്. അത് നമുക്ക് അവസാനം ജ്യൂസ് എല്ലാം റെഡിയാവുമ്പം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതൊക്കെ മാറ്റാം. ഇനി നമുക്ക് കുക്കുംബറിൻ്റെ തൊലി നീക്കം ചെയ്യാം. ചിലരെല്ലാം തൊലിയോട് കൂടി ഇടുന്നുണ്ടോ, ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മാറ്റാം. മറ്റേ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കണ്ടിച്ചിടാം. അതേപോലെ നമ്മളിവിടെ 5-6 പുതിന എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിട്ട് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ നല്ലപോലെ അരഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഇനി പുതിനയിലയും കൂടെ ഇടാം. അപ്പോൾ പുതിനയിലയും കൂടെ ഇട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് രണ്ടാമത് വീണ്ടും വെള്ളം ആവശ്യമുള്ളത് ചേർക്കാം. ഇത് ചേർക്കുന്നില്ല, അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് വെള്ളം ചേർക്കാം. ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി, വെള്ളമൊന്ന് മിക്സ് ആവാൻ വേണ്ടി. ഇനി നമുക്കൊരു അരിപ്പയിൽ വെച്ച് നല്ലതുപോലെ ഇതിനെ അരിച്ചെടുക്കണം ഇതേപോലെ. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ പിഴിയാം. ഞാൻ അവിടെ 2 നാരങ്ങ എടുത്തിരിക്കുന്നത്. 2 നാരങ്ങ പിഴിഞ്ഞിട്ട് 2ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പഞ്ചസാര ഇട്ട നാരങ്ങ ഉള്ളതും ഒന്ന് നമ്മൾ ഇന്ദുപ്പ് ഇട്ടതും. അവിടെ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞു, 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഒന്നിൽ പഞ്ചസാര ഇടാം. ഞാൻ അവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ അത് ആ രീതിയിൽ ചേർക്കാം. നല്ലപോലെ ഇളക്കി വയ്ക്കുക. മറ്റേതിൽ ഞാൻ ഇവിടെ ഇന്ദുപ്പാണ് ചേർക്കുന്നത്. ചേർത്ത് നമുക്ക് അതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം ഐസ് ക്യൂബ് ഇടാം. ഐസ് ക്യൂബ് ഒരെണ്ണത്തിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒന്ന് സാധയാണ്. ഇനി നമുക്ക് ജ്യൂസ് 2 ഗ്ലാസ്സിലും ഒഴിക്കാം. അതിനുശേഷം നമ്മളിവിടെ കണ്ടിച്ച് വെച്ചിരിക്കുന്ന കുക്കുംബർ സ്ലൈസ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനൊരു രസമായിരിക്കും, ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ലായനി നമ്മൾ ഐസ് ക്യൂബ് ഇട്ട ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 രീതിയിലുള്ള കുക്കുംബർ ജ്യൂസ് കൂടെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. അല്പം പുതിനയിലയും എല്ലാം ഇട്ട് നാരങ്ങയുടെ ഒരു 2 സ്ലൈസും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാവും, കുക്കുംബർ ജ്യൂസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേക ഒരു രുചി ഉള്ള ഒരു ജ്യൂസാണ്. താങ്ക് യു. കുടിക്കാൻ ചൂടത്ത് നമുക്ക് ഇനി ആദ്യം കഴിഞ്ഞില്ല പുതിനയില വേണമെങ്കിൽ കടിച്ചു കുടിച്ചു. ചൂടത്ത് കൊള്ളാം. സൂപ്പർ.
ഇതിൽ പഞ്ചസാര കുറവാണ്. നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾ ഇടുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഈ ചൂടത്ത് നല്ല വെള്ളം.